എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. തിരഞ്ഞെടുത്ത 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ക്വിസിൽ ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം: ഏതു വാതിലൂടെ കടപ്പാനാണ് നാം പോരാടേണ്ടത്? ഉത്തരം: ഇടുക്കുവാതിലൂടെ. ലൂക്കോസ് 13:24. ചോദ്യം 2: കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണമെന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്? ഉത്തരം: പ്രസന്നതയോടെ. റോമർ 12:8. ചോദ്യം 3: ആയുസ്സിനെ ദീർഘമാക്കുന്നത് എന്ത്? ഉത്തരം: യഹോവ ഭക്തി. സദൃശവാക്യം 10:27. ചോദ്യം 4: മരണം പോലെ ബലമുള്ളതെന്ത്? ഉത്തരം: പ്രേമം. ഉത്തമഗീതം 8:6. ചോദ്യം 5: എങ്ങനെയുള്ളവർക്കാണ് കറക്കൻ വെള്ളിയെന്ന് പേരാകുന്നത്? ഉത്തരം: യഹോവ ത്യജിച്ചു കളഞ്ഞവർ. യിരെമ്യാവ് 6:30. ചോദ്യം 6: ഇരട്ടി മാനത്തിനു യോഗ്യരായി എണ്ണേണ്ടതാരെ? ഉത്തരം: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. 1 തിമോത്തിയോസ് 5:17. ചോദ്യം 7: ധനവാനെ ഉറങ്ങുവാൻ സമ്മതിക്കാത്തത് എന്ത്? ഉത്തരം: അവൻ്റെ സമൃദ്ധി. സഭാപ്രസംഗി 5:12. ചോദ്യം 8: അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം: എഫ്രയീം മലയിൽ നിന്ന്. യിരെമ്യാവ് 4:15. ചോദ്യം 9: സ്ത്രീകൾ തങ്ങളെ അലങ്കരിക്കേണ്ടത് എങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ടാണ്? ഉത്തരം: സൽപ്രവൃത്തികളെ കൊണ്ട്. 1 തിമോത്തിയോസ് 2:9-10. ചോദ്യം 10: നാം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കേണ്ടത് എന്തിന്? ഉത്തരം: പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. എബ്രായർ 6:11. ചോദ്യം 11: ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്ന നിക്ഷേപങ്ങൾ ഏത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ. കൊലോസ്യർ 2:3. ചോദ്യം 12: തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയത് എന്ത്? ഉത്തരം: വിശ്വാസത്തിൻ്റെ പരിശോധന. 1 പത്രോസ് 1:7. ചോദ്യം 13: ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് എന്ത് ശേഷിച്ചിരിക്കുന്നു? ഉത്തരം: ഒരു ശബ്ബത്ത് അനുഭവം. എബ്രായർ 4:9. ചോദ്യം 14: വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മിൽ ഉളവാക്കുന്നത് എന്ത്? ഉത്തരം: സ്ഥിരത. യാക്കോബ് 1:3. ചോദ്യം 15: പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന കിരീടം ഏത്? ഉത്തരം: ജീവകിരീടം. യാക്കോബ് 1:12. ചോദ്യം 16: സഹോദരനെ സ്നേഹിക്കാത്തവൻ വസിക്കുന്നത് എവിടെ? ഉത്തരം: മരണത്തിൽ. 1 യോഹന്നാൻ 3:14. ചോദ്യം 17: തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? ഉത്തരം: നിത്യജീവൻ. റോമർ 2:7-8. ചോദ്യം 18: നാം പകലിനുള്ളവരാകയാൽ എന്ത് ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം? ഉത്തരം: വിശ്വാസവും സ്നേഹവും എന്ന കവചവും രക്ഷയുടെ പ്രത്യാശയും. 1 തെസ്സലോനിക്കർ 5:8. ചോദ്യം 19: യജമാനന്മാർ ദാസന്മാരോട് എന്ത് ആചരിക്കണം? ഉത്തരം: നീതിയും ന്യായവും. കൊലോസ്യർ 4:1. ചോദ്യം 20: ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ ആര്? ഉത്തരം: കാമുകിയായവൾ. 1 തിമോത്തിയോസ് 5:6. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.